നമ്മൾ വിധേയൻ, പൊന്തന്മാട ഇങ്ങനെയുള്ള മമ്മൂട്ടിയുടെ അതുല്യമായ വേഷങ്ങളുണ്ടല്ലോ, അതൊക്കെ അങ്ങ് എറേസ് ചെയ്തിട്ട് ഈ ഒരു സാധനം മാത്രം അങ്ങോട്ട് വെച്ചാൽ മതി ആ സ്ഥാനത്ത്. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ്. ഇന്നേ വരെ മമ്മൂട്ടിയുടെ ഇങ്ങനെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എന്നെ പോലുള്ള തലമുറയ്ക്കൊക്കെ ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, അതോടൊപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരം. ഒന്നും പറയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പോലുള്ളവർ ഈ മിനി സ്ക്രീനിൽ മാത്രമേ ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് തിയേറ്റർ ഫുള്ള് ഒരു 2-2.25 മണിക്കൂറോളം ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ്. അതിൻ്റെ കൂടെ അത് പൂർണ്ണമായി ഇത് ഹൊററെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ചില സമയത്ത് നമ്മൾ തെറിച്ചു പോകും. അതുപോലെ ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ദേശീയ കാന്താര ഇല്ലേ, കാന്താര പോലെ പാൻ ഇന്ത്യൻ തലത്തിലുള്ള ഒരു മൂവിയാണ്. അതിനേക്കാളും ഒക്കെ ഉയരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ഗംഭീര മൂവിയാണ്. അതിനകത്ത് 5 കഥാപാത്രങ്ങളേ ഉള്ളൂ. അത് 3 പേരാണ് സ്ഥിരമായിട്ടുള്ളത്. മറ്റു 2 വേണമെങ്കിൽ മണികണ്ഠൻ ആചാര്യ പോലുള്ളവരൊക്കെ അത് ഗസ്റ്റ് റോളെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി 3 പേരും ഒരു രക്ഷയില്ല. അർജുൻ അശോകൻ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ എന്നാലും പെർഫോമൻസിൽ മമ്മൂക്കയുടെ അടുത്തെത്തുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാഹുൽ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതൊന്നും ഒരു എന്താ പറയുക, ആ സിനിമയുടെ ഒരു ആംബിയൻസ് കൂട്ടിയിട്ടേ ഉള്ളൂ. മമ്മൂട്ടിയുടെ പെർഫോമൻസ്, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ വളരെ കുറച്ച് കഥാപാത്രം വെച്ചിട്ട് ഒരു 2 മണിക്കൂർ 20 മിനിറ്റിൽ പിടിച്ചിരുത്തുന്നുണ്ട് സിനിമ. എനിക്ക് ഈ സിനിമയുടെ പേസിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ ഈ ആക്ടിങ് കണ്ടാൽ പറയും മമ്മൂട്ടിയാണ് മലയാള സിനിമയിലെ ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടിയാണ്. അത്രയും അടിപൊളി ആക്ടിങ്. ഇന്ത്യാവിൻ മാപെറും നടികർ മമ്മൂട്ടി. കൊച്ചു മലയാള സിനിമയെ ഈ കാലം അത്രയും ഒരു ഗംഭീരം. ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പടം. ഭൂതകാലം നമ്മളെ തിയേറ്ററിൽ എത്തിയില്ലെങ്കിലും നമ്മൾ OTT-യിലൂടെ കണ്ട് ഞെട്ടിപ്പിച്ചു നമ്മളെ. അതേപോലെ തന്നെ അതിനേക്കാളും വളരെ ഭംഗിയായിട്ട് കൊടുമൺ പോറ്റി കഥാപാത്രമായിട്ട് നമ്മുടെ മമ്മൂക്ക തകർത്തു വാരിയിട്ടുണ്ട്. അഭിനയ കുലപതി തന്നെ. നല്ല സൂപ്പർ പടം, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അദ്ദേഹം മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു ലെജൻഡ് ആണല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള അതായത് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കാണുന്നുള്ള ഒരു തോന്നലും ഉണ്ടാവില്ല. കാര്യം പെർഫെക്റ്റ് ആണ്. നമുക്ക് വലിയ ലാഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ സിനിമ കണ്ട് തീർക്കുമ്പോണ്ടല്ലോ നമുക്ക് കഞ്ഞിയാണ് തരും എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ നല്ലൊരു പാൽക്കഞ്ഞി അവിടെ വിളമ്പി വെച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് സൂപ്പർ മൂവി. അർജുൻ അശോകനും നല്ല ത്രൂ ഔട്ട് ആയിട്ട് നല്ല ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആകെ 3-4 പേരെ ക്യാരക്ടർ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ പടത്തിനോട് നമ്മൾ അതിനോട് അങ്ങ് ലഭിച്ചു പോവുകയാണ്. 10 ഒരു 9 വരെ കൊടുക്കാം എന്റെ കണക്കിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു 4-5 പെർഫോമൻസ് ഉണ്ട്. അത് കാണുക തന്നെ വേണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, അദ്ദേഹം ഒരു അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ എന്നുള്ള രീതിയിലുള്ളതാണ്. പടം അടിപൊളിയാണ്. എടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സിനോടൊക്കെ ആകുമ്പോഴത്തേക്കും പുള്ളിയുടെ വേറൊരു തരം പെർഫോമൻസ് ആണ്. നമ്മളത് തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടം തുടക്കത്തിൽ തന്നെ ട്രെയിലർ ഇറങ്ങുന്ന സമയത്ത് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് സ്ലോ പേസ് പടമാണ്. അപ്പൊ നമ്മളത് ഇതോടുകൂടി കണ്ടോണ്ടിരിക്കും. നമുക്ക് എൻഗേജിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇനി എന്താണെന്നുള്ള ഇതിൽ. പക്ഷെ പടം നമ്മൾ ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ക്ലൈമാക്സോട് എടുക്കുമ്പോൾ മമ്മൂക്കയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ഏതാണ് അർജുൻ അശോകാണ്. മമ്മൂക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കട്ടയ്ക്ക് പിടിച്ചിരിക്കുന്ന അർജുൻ അശോകാണ്. പെർഫോമൻസിലെ ഒരു 5 കഥാപാത്രങ്ങളെ മൊത്തത്തിലുള്ളൂ. എങ്കിൽ ആ 5 കഥാപാത്രങ്ങളെ മമ്മൂക്കയുടെയും അർജുൻ അശോകന്റെയും ഭരത്തിന്റെയും പെർഫോമൻസ്, സിദ്ധാർത്ഥ് ഭരത് അടിപൊളിയാണ്. 3 പെർഫോമൻസ് അടിപൊളിയാണ്. BGM ഒക്കെ ഒരു രക്ഷയില്ല. നമ്മൾ ആൾറെഡി കേട്ടതല്ലേ. അപ്പൊ അവസാനം നമ്മള് ക്ലൈമാക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ ടൈറ്റിലൊക്കെ ഇട്ടിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള BGM ആണ്. മൊത്തത്തിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് സൂപ്പറായിട്ട് ചെയ്തു. നല്ല പടം, ഒന്നും പറയാനില്ല. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. BGM നല്ല BGM. അതിനെ ഒത്ത BGM അല്ലാതെ നല്ല റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10 നമുക്കൊരു 7 കൊടുക്കാം. നല്ല പടം, കൊള്ളാം.